പരിശുദ്ധമായ ഇസ്ലാം അതൊരു നവോത്ഥാന പ്രസ്ഥാനമാണ്. മാനവരാശി മനുഷ്യന്റെ മാനവികവും സാംസ്കാരികവും സാമൂഹികവുമായ അസ്തിത്വവും വ്യക്തിത്വവും അടയാളപ്പെടുത്തി അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന ശരീഅയുടെ വഴികളുണ്ട്. ആ വഴികളിൽ നിന്ന് ഓരോ ഘട്ടങ്ങളിൽ മനുഷ്യൻ കാലിടറിപ്പോകുമ്പോൾ അവരെ ശരിയായ വഴികളിലേക്ക് തിരിച്ചു വിളിക്കുക എന്നത് ഇസ്ലാഹിന്റെ ഏറ്റവും നല്ല അടയാളമായി ആശയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് കടന്നുപോയ പരലക്ഷം വരുന്ന പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ചത് ആ ഒരു നവോത്ഥാന പ്രവർത്തനമാണ്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് നിശ്ചയിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. മാനവരാശിയുടെ വ്യക്തിത്വത്തിനും അസ്തിത്വത്തിനും അനുഗുണമായ ആശയധാരയെ മനുഷ്യ സമൂഹത്തിന് പിന്തുടരുവാനും ഫോളോ ചെയ്യുവാനുമായി മാനവകുലത്തിന്റെ ആത്മീയ ഗുരുക്കളായ അമ്പിയാക്കളിലൂടെ അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുമെന്നും ആ വഴിയെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നും ഖുർആൻ നമുക്ക് ആജ്ഞാപിച്ചു തരുന്നുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ആ വഴിയിടങ്ങളിൽ നിന്ന് മാനവകുലം കാലിടറിപ്പോകുമ്പോൾ മനുഷ്യ സമൂഹത്തിൽ അരാജകത്വങ്ങളും അക്രമവാസനകളും സാംസ്കാരിക ജീർണതകളുമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അല്ലാഹു തആല ഖുർആനിലൂടെ തെര്യപ്പെടുത്തുകയാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യർ കാലിടറിപ്പോകുന്ന ഓരോ ഘട്ടങ്ങളിൽ മഹാനായ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഭരണകൂട ഭീകരതയുടെ ചരിത്രമാണ് മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ അപകടകാരിയായി മുമ്പിലുണ്ടായിരുന്നത് എങ്കിൽ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ജീർണതകളിലേക്ക് ശരീഅയുടെ മാർഗത്തിൽ നിന്ന് മനുഷ്യൻ വഴുതിപ്പോയപ്പോഴാണ് മഹാരഥന്മാരായ പ്രവാചകന്മാർ ഇസ്ലാഹിന്റെ സന്ദേശങ്ങളുമായി കടന്നു വന്നത്. ആ പ്രവാചക ശൃംഖലയുടെ ഒരു വലിയ ഇടവേളക്കു ശേഷമാണ് മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പ്രവാചകരായി നിയുക്തരാക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ മഹാനായ ഈസാ അലൈഹിസ്സലാമിന്റെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടക്കുണ്ടായ ഒരു വലിയ കാലഘട്ടത്തിൽ വന്ന ഗ്യാപ്പിലൂടെ സകലമാന ജീർണതകളുടെയും ഉത്തരങ്ങായി 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹം ആപതിച്ചു പോയ ഒരു ഘട്ടത്തോടെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധമായ നവോത്ഥാനത്തിന്റെയും ഇസ്ലാഹിന്റെയും ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംവദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആ ആശയധാരയിലേക്ക് മാനവകുലത്തെ മാടി വിളിക്കുകയും അതിൽ തന്നെ അവരെ അരക്കിട്ടുറപ്പിച്ച് ഏറ്റവും വലിയ ജീർണതയുടെ തെരുവിൽ നിന്ന് ഇസ്ലാഹിന്റെയും നവോത്ഥാനത്തിന്റെയും ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായി മഹാരഥന്മാരായ സ്വഹാബിമാരെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നത്. ഹബീബായ തങ്ങൾ ഇവിടെ നിർവഹിച്ച് ഇവിടെ പൂർത്തീകരിച്ചു പോയ നവോത്ഥാനത്തിന്റെ പിന്തുടർച്ചയെ ലോകത്തിന്റെ വിവിധങ്ങളായ ദിക്കുകളിലേക്ക് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നിയുക്തരായവരായിരുന്നു ആ മഹാരഥന്മാരായ സ്വഹാബിമാർ. ചരിത്രത്തിൽ നമ്മൾ എമ്പോഴും വായിച്ചു നോക്കിയാൽ ആ മഹാരഥന്മാരായ സ്വഹാബിമാരുടെയോ അവരുടെ ശിഷ്യഗണങ്ങളുടെയോ ഒക്കെ തീർത്ഥയാത്രകളിലൂടെയാണ് യൂറോപ്പിന്റെ തെരുവുകൾ സാംസ്കാരിക സമ്പന്നമായത്. വൈജ്ഞാനിക മുന്നേറ്റങ്ങളിലേക്ക് അവർ കടന്നുപോയത്. ഒരു കാലത്ത് എല്ലാവിധ സാംസ്കാരിക സാമൂഹിക അസമത്വങ്ങളുടെയും മതമത്വങ്ങളുടെയും അകത്തളങ്ങളായി മാറിയ യൂറോപ്പിന്റെ തെരുവുകളിൽ ആ മഹാരഥന്മാരായ പ്രവാചക ശിഷ്യന്മാർ നവോത്ഥാനത്തിന്റെ തെളിനീരൊഴുക്കിയിട്ടുണ്ട്. നിറവെളിച്ചങ്ങൾ അവർ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സമാനമായ നവോത്ഥാന തീർത്ഥയാത്രകളുമായി സ്വഹാബികൾ സഞ്ചരിച്ചതിന്റെ ഭാഗമായി ഈ കൊച്ചു കേരളത്തിലേക്ക് സ്വഹാബിമാർ കടന്നു വന്നതും ഹിജറ 5 ആരംഭിച്ച ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പ്രയാണം മഖ്ദൂമുമാരിലൂടെയും കോഴിക്കോട് കാദിമാരിലൂടെയും ഹദർമൗത്തിലെ സാദാത്തുക്കളിലൂടെയും തുടങ്ങി ഇടതടവില്ലാതെ കണ്ണിമുറിയാതെ ഈ രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്തതിന്റെയും ആ ഒരു വലിയ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും ഇവിടെയുള്ള രാഷ്ട്രീയവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ മണ്ഡലങ്ങളിൽ ആ പ്രവാചക ശിഷ്യന്മാരുടെ പിന്തുടർച്ചക്കാരായ മുസ്ലിം പൂർവികർ നിർവഹിച്ച അതിമഹത്തായ നവോത്ഥാനത്തിന്റെ സംഭാവനകളെയും ഇവിടെ നടന്ന പ്രഭാഷണത്തിലൂടെ ചുരുക്കമായി വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇസ്ലാമിക ഉമ്മത്തിനെ കാലത്തും അഭിമാനിക്കാവുന്ന ചരിത്രങ്ങളെ അടയാളപ്പെടുത്തി കടന്നുപോയ ആ ഒരു കാലഘട്ടത്തിലെ ജനസഞ്ചയത്തിന്റെ മുഖത്ത് കരിവാരി തെച്ചുകൊണ്ട് ആ സമുദായത്തിന്റെ ചരിത്രങ്ങളെ
സമ്പൂർണമായും ഇല്ലായ്മ ചെയ്യുവാനും തേജോവധം ചെയ്യുവാനും ശ്രമിച്ചുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ആ പൂർവിക ഉമ്മത്തിന്റെ ചരിത്രങ്ങളെ കട്ടെടുത്തുകൊണ്ട് അവരുടെ സ്വന്തമായ അഡ്രസ്സിലേക്ക് ചേർത്തി വെച്ചുകൊണ്ടും 1920കളിൽ ഇവിടെ ഒരു കപട നവോത്ഥാനം ആരംഭിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളുടെ വിവിധ ഗ്രൂപ്പുകളും ജമാഅത്തെ ഇസ്ലാമിയും തുടങ്ങി ഈ ഉമ്മത്തിന്റെ അകത്തളങ്ങളിൽ രൂപപ്പെട്ടു വന്ന അവാന്തര വിഭാഗങ്ങളുടെ മുഴുവനും അടിവേരായി നമുക്ക് അടയാളപ്പെടുത്താവുന്ന 921 ഒരു കപട നവോത്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ അതിനെ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും കാപട്യമാണ്. മാത്രമല്ല 1921 ആ ചരിത്രത്തെ ഇവിടെയുള്ള വഹാബി പുരോഹിതന്മാർ പരിചയപ്പെടുത്തുമ്പോൾ ഈ രാജ്യത്തു നടന്ന നവോത്ഥാനത്തിന്റെ കാലഗണനയെ പോലും മാറ്റിത്തിരുത്തി എഴുതുകയും അതിൽ പോലും വഞ്ചന നടത്തുകയും ചെയ്തുകൊണ്ട് ഹിജറ 5 സ്വഹാബികളാൽ ഈ രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥകളെ പോലും മാറ്റിമറിച്ച ഒരു നവോത്ഥാനത്തെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് 1920കൾക്ക് ശേഷമാണ് നവോത്ഥാന സംരംഭങ്ങൾക്ക് കേരളത്തിൽ സമാരംഭം കുറിച്ചത് എന്ന വളരെ തീർത്തും തെറ്റായ ചരിത്ര വഞ്ചനയിലൂടെയാണ് ആ നവോത്ഥാനത്തിന്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ആ കാലത്തെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നേരത്തെ നടന്ന പ്രഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്, ഇവിടെ ഒരു നവോത്ഥാനത്തിന്റെ ഒരു പുതിയ ആവിർഭാവത്തെ അല്ലെങ്കിൽ ഒരു പുതിയ നവോത്ഥാന സംരംഭങ്ങളെ ഈ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ ഒട്ടുമേ ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ 21 മുതൽ ആരംഭിച്ച ഈ കപട നവോത്ഥാനത്തെ ഇന്നും കേരളത്തിലെ പല ആളുകളും സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇസ്ലാമിക നവോത്ഥാനമായി ചിത്രീകരിക്കുന്നതിന് പിന്നിൽ ഗൂഢമായ ചില അജണ്ടകളുണ്ട്. നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ മുസ്ലിമീങ്ങളല്ലാത്ത പല സമുദായങ്ങളിലും ആ സാമുദായിക അകത്തളങ്ങളിലെ വിവിധങ്ങളായ ജീർണതകൾ ഉണ്ടായിരുന്നു. അലിഖിതമായ മനുഷ്യനിർമ്മിതങ്ങളായ നിയമങ്ങളിലൂടെ ഈ രാജ്യത്തെ മനുഷ്യരുടെ വ്യക്തിത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ജീർണതകൾക്കു നേരെ ആ സമുദായങ്ങളിൽ നിന്ന് നവോത്ഥാന നായകന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്, നവോത്ഥാന സംരംഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ സമാനമായ രീതിയിൽ തന്നെ ഇസ്ലാമിനെയും ഒരു മനുഷ്യനിർമ്മിത പ്രത്യാശാസ്ത്രമായി വരുത്തി തീർക്കുവാനും ഇസ്ലാമിന്റെ അകത്തളങ്ങളിലും സമാനമായ ജീർണതകൾ ഉണ്ടായിരുന്നു എന്ന് വരുത്തുവാനും അങ്ങനെയുള്ള ജീർണതകൾക്കെതിരെ രൂപപ്പെട്ടു വന്ന നവോത്ഥാനമായിരുന്നു കേരളത്തിൽ 21 ആരംഭിച്ച ഐക്യസംഘമെന്നും വരുത്തി തീർക്കുന്നതിലൂടെ ഇസ്ലാമിനെയും മറ്റു മതങ്ങളിലേക്ക് സാമാന്യവൽക്കരിക്കുവാനാണ്. അങ്ങനെ തന്നെ ഇസ്ലാമിനെയും കമ്പയർ ചെയ്യുവാൻ വേണ്ടിയാണ് മതവിരുദ്ധരും മുസ്ലിം വിരുദ്ധരുമായ ആളുകൾ ഇന്നും 21 വഹാബി കപട നവോത്ഥാനത്തെ ഇസ്ലാമിന്റെ നവോത്ഥാനമായി പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവർ ഇവിടെ ആദ്യമായി ചെയ്തത്? ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന് കൃത്യമായ രൂപരേഖ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. ആ ഇസ്ലാമിക നവോത്ഥാനം എങ്ങനെ ആയിക്കൂടാ എന്ന ദീക്ഷണാപരമായ തിരിച്ചറിവും ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഇസ്ലാമിക നവോത്ഥാനത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ ലോകത്തിന്റെ വിവിധങ്ങളായ ദിക്കുകളിൽ മനുഷ്യനിർമ്മിതമായ ചിന്തകളിൽ നിന്ന് മാനവികമായ മൂല്യങ്ങളിലേക്ക് ഇലാഹിയായ നവോത്ഥാന ചിന്തകളിലേക്ക് മനുഷ്യരെ സംസ്കരിച്ചെടുത്ത മഹാരഥന്മാരായ സ്വഹാബിമാർ, ആമിനു കമാ ആമനന്നാസ്, ആ സ്വഹാബിമാരിലൂടെയാണ് നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. ആ സ്വഹാബിമാരുടെ ജീവിത പൈതൃകങ്ങളിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നുമാണ് നവോത്ഥാനത്തിന്റെ തുടർച്ചകൾ ഉണ്ടാകേണ്ടത്. എന്നാൽ ആ തുടർച്ചകൾ എങ്ങനെ ആയിക്കൂടാ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ നവോത്ഥാനം സാധ്യമാവുകയില്ല ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. പൗരാണികരായ ഉമ്മത്ത് എങ്ങനെയാണോ ഇസ്ലാമിന്റെ നവോത്ഥാനത്തെ കരുപിടിപ്പിച്ചത്, എങ്ങനെയാണ് ആ നവോത്ഥാനത്തെ പരിപോഷിപ്പിച്ചത്, ആ പാതയിലൂടെയാണ് പിൽക്കാലത്തുള്ള മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന ചരിത്രങ്ങളും ആരംഭിക്കേണ്ടതും പ്രയാണം നടത്തേണ്ടതുമെന്ന് പരിശുദ്ധമായ ഖുർആനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും നമ്മളെ പഠിപ്പിക്കുമ്പോൾ 1921 വന്ന കപട നവോത്ഥാനക്കാർ ആദ്യമായും ആത്യന്തികമായും ചെയ്തത് ആ ഒരു പുഷ്കലമായ ചരിത്രാധ്യായങ്ങളെ മുഴുവനും തച്ചുടക്കുക എന്നതാണ്. ആ പൂർവികരായ ആളുകൾക്കെതിരെ കളവിന്റെയും വഞ്ചനയുടെയും ആ മനോഹരമായ ചരിത്രത്തിന്റെ മുഖ
മുഖത്ത് കരിവാരി തേക്കുന്ന കുപ്രചാരണങ്ങളുമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം മുസ്ലിം കേരളത്തിൽ അവർ നിർബാർദ്ധം നടത്തിപ്പോന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഇന്നലകളിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു, അവർ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരായിരുന്നു, അവർ യാതൊരു സാംസ്കാരികവും സാമൂഹികവുമായ ബോധങ്ങളില്ലാത്തവരായിരുന്നു എന്ന പ്രചാരണങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ കവലകളിൽ ഇന്നും അത് നിർബാധം പ്രചാരണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വസ്തുതാപരമായ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത് തെറ്റായ പ്രചാരണമാണ് എന്ന് നേരത്തെ ഇവിടെ ബോധ്യപ്പെടുത്തിയതുപോലെ വഹാബികളുടെ തന്നെ പൗരാണിക ചരിത്രങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇന്നും ഇന്നലകളിലും വഹാബികൾ പൂർവിക മുസ്ലിമീങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപരിഷ്കൃതത്തിന്റെ ആരോപണങ്ങൾ കള്ളത്തരമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന വഹാബി സഹയാത്രികനായ ഒരു മുജാഹിദ്, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ചരിത്ര ചിന്തകൾ എന്ന പേരിൽ. ആ പുസ്തകം ഈ മൊയ്തു മൗലവി രചിക്കാൻ തന്നെ കാരണമായത്, ആ പുസ്തക രചനയുടെ പശ്ചാത്തലം ഈ മൊയ്തു മൗലവി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഈ ചെറു ഗ്രന്ഥം എഴുതാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ ലൗകിക കാര്യങ്ങളുമായി ബന്ധമില്ലാതെ പള്ളികളിലും മദ്രസകളിലും അടങ്ങിയൊതുങ്ങിയിരുന്ന് ജീവിതം നയിക്കുന്ന ഉപകാരമില്ലാത്ത ജന്തുക്കളാണ് എന്ന് ചിലർ ആക്ഷേപം പുറപ്പെടുവിക്കാറുണ്ട്. അതിനൊരു തുറന്ന മറുപടിയാണിത്. ഇന്നും ഇന്നലകളിലും കഴിഞ്ഞ കാലങ്ങളിലും കേരളീയ വഹാബി പൗരോഹിത്യം നമ്മുടെ കവലകളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണിത്. 20കൾക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ ഒന്നിനും കൊള്ളാത്തവരാണ്, അവർ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് വരാത്തവരും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരായിരുന്നു എന്ന്. ആ ഒരു ആരോപണത്തെ പ്രതിരോധിക്കാനാണ് വഹാബി സഹയാത്രികനായ മൊയ്തു മൗലവി ഈ പുസ്തകം രചിക്കുന്നത്. ആ രചനയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1940 ജിന്ന സാഹിബ് കൽക്കത്തയിൽ വെച്ച് പറയുന്ന ഒരു വാചകമാണ്. കേരളത്തിലും ചില രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നൊരു കാലത്ത് നമ്മൾ അങ്ങനെ ചില പരാമർശങ്ങൾ കേട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാണ് എന്ന ആരോപണങ്ങളും ആഹ്വാനങ്ങളും അട്ടഹാസങ്ങളും ഒരു കാലത്ത് കേരളത്തിന്റെ സാമുദായിക മുഖ്യധാരകളിൽ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്. ഇതിന്റെ പൗരാണികമായ ഒരു പ്രസ്താവന 1940 ജിന്ന സാഹിബ് കൽക്കത്തയിൽ വെച്ച് പറഞ്ഞ ഒരു പ്രസ്താവന ഈ മൊയ്തു മൗലവി ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? മൗലവിമാർക്ക് രാഷ്ട്രീയമൊന്നും അറിഞ്ഞുകൂടാ, അവരുടെ ശക്തി ഞാൻ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ ജിന്ന എന്ന് പറയുന്ന മനുഷ്യൻ പ്രസ്താവിച്ചത്. എന്നിട്ട് മൊയ്തു മൗലവി പറയാണ് ആ പ്രസ്താവന തെറ്റാണ് എന്ന് അനിഷേധ്യമായ ചരിത്ര രേഖകൾ മുഖേന തെളിയിക്കാനുള്ള ഒരു എളിയ ശ്രമം നടത്തുകയാണ് ഈ കൃതിയിലൂടെ. 1921 മുമ്പുള്ള സാമുദായിക സാഹചര്യങ്ങളിൽ ആ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തിരുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ വിവരമില്ലാത്തവരോ സാമൂഹിക അവബോധമില്ലാത്തവരോ ആയിരുന്നില്ല എന്ന് തെളിയിക്കാൻ. അങ്ങനെ ഈ ഗ്രന്ഥത്തിന് അവതാരിക എഴുതുന്നത് ചരിത്രകാരനായ CK കരീം സാഹിബാണ്. ആ പുസ്തകത്തിൽ മൊയ്തു മൗലവി പറയുന്നത് 2 കൊല്ലമായി മാപ്പിള സാഹിത്യ ചരിത്രത്തെ കുറിച്ച് ഞങ്ങൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗവേഷണ മധ്യേ കേരള ജനതയെ അമ്പരിപ്പിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അതിന്റെ സംക്ഷിപ്തമായ രൂപം വായനക്കാരുടെ മുമ്പിൽ വെക്കാം. പക്ഷേ അവിടെ ഒരു വിഷമം, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രം പരിശോധിച്ച് മൊയ്തു മൗലവിയൊക്കെ യാത്ര ചെയ്തപ്പോ വളരെ അത്ഭുതകരമായ മുസ്ലിം സമുദായത്തിന്റെ നേട്ടങ്ങളും സംഭാവനകളും അയാളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് സമുദായത്തോട് വിളിച്ചു പറയുന്നതിന്റെ മുമ്പിൽ അയാൾ അനുഭവിച്ച ഒരു പ്രതിസന്ധിയുണ്ട്. അതെന്താണ്? അക്ഷരജ്ഞാനം പോലും ഇല്ലാതെ അതപ്പതിച്ചു കിടക്കുന്ന ഒരു ജനതയാണ് മാപ്പിളമാരെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ തുടർച്ചയായ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു. അവസാനം മാപ്പിളമാർ തന്നെയും ആ പ്രചാരണത്തിൽ കുടുങ്ങി. വളരെ അർത്ഥഗർഭമായ ഒരു വരിയാണ്, അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരാമർശമാണ് മൊയ്തു മൗലവി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടുകാലം മുസ്ലിം മുഖ്യധാരക്കെതിരെ, ഇസ്ലാമിന്റെ പൗരാണിക ചരിത്രത്തിനെതിരെ കേരളീയ വഹാബി പൗരോഹിത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ അടിവേരറുക്കുകയാണ് ഈ പരാമർശം.
പരാമർശങ്ങൾ. മാത്രമല്ല ആ ആരോപണങ്ങൾ അത്രയും ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് എന്നുകൂടി മൊയ്തു മൗലവി പറയുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ നിരന്തരമായി ആ കാലത്തെ മുസ്ലിമീങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പ്രചരിപ്പിച്ചു വെച്ച ഒരു കാലം, അതിൽ ചില മുസ്ലിമീങ്ങൾ തന്നെ കുടുങ്ങിപ്പോയ ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ ഈ സംഭാവനകൾ വിളിച്ചു പറയുക എന്നതാണ് മൊയ്തു മൗലവിയെ കുടുക്കിയ ഒരു മൊയ്തു മൗലവിയെ ധർമ്മസങ്കടത്തിലാക്കിയത്. എന്നിട്ട് അയാൾ പറയുകയാണ്, ദേശഭക്തി, സ്വാതന്ത്ര്യ പ്രേമം, ത്യാഗശീലം, വിജ്ഞാന തൃഷ്ണ, സാമൂഹ്യബോധം, മതഭക്തി, ഇവയിലെല്ലാമാണല്ലോ ഒരു ഉത്തമ സമുദായത്തിന്റെ ലക്ഷണങ്ങൾ. ഇതേതെങ്കിലും ഒന്നിൽ മാപ്പിള സമുദായം ഇന്ത്യൻ ജനതയുടെയോ ലോക മുസ്ലിം ജനവിഭാഗങ്ങളുടെയോ പിന്നിലാണോ? ഒരിക്കലുമല്ല. ചരിത്രമാണ് അതിനേറ്റവും ഉത്തമ ദൃഷ്ടാന്തം. ഈ ഗുണങ്ങളിൽ ഓരോന്നും എടുത്ത് നമുക്ക് മാപ്പിളമാരെ ഒന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞാലി മരക്കാറുമാരുടെ ചരിത്രങ്ങള്, മഖ്ദൂമാരുടെ ചരിത്രങ്ങള്, അതുപോലെ വെളിയങ്കോട് ഉമർക്കാളി അടക്കമുള്ള പാരമ്പര്യ പണ്ഡിതന്മാരുടെ രാഷ്ട്രീയവും സാഹിത്യപരവും ആത്മീയവുമായ മുന്നേറ്റങ്ങളെയും നേതൃത്വങ്ങളെയും വളരെ കൃത്യമായി മൊയ്തു മൗലവി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളക്കരയിലെ മതപണ്ഡിതർ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളിൽ ആരുടെയും പിന്നിലായിരുന്നില്ല. വൈദേശികാധിപത്യത്തിനെതിരായി അവർ ധീരധീരം പോരാടിയിട്ടുണ്ട്. പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മഖ്ദൂം മഅബരി തങ്ങൾ, കോഴിക്കോട് കാളി മുഹമ്മദിന്റെ പിതാവ് അബ്ദുൽ അസീസ് കാളിമാർ ഉൾപ്പെടെയുള്ളവ പണ്ഡിത നേതാക്കൾ പറങ്കികൾക്കെതിരെ ജിഹാദ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ചരിത്രങ്ങളും ആ മൊയ്തു മൗലവി അതിൽ രേഖപ്പെടുത്തുകയാണ്. എന്തിനാണ് ഈ ചരിത്രങ്ങളെ അയാൾ കൊണ്ടുവരുന്നത്? 21ന്റെ മുമ്പുള്ള മുസ്ലിമീങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, അന്നത്തെ പണ്ഡിതന്മാർ ഒന്നിനും പറ്റാത്തവരാണ് എന്ന് ഇന്നും വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്നലകളിൽ ബ്രിട്ടീഷുകാർ ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ച ആരോപണത്തിന്റെ അടിവേരറുക്കുന്നതിന് വേണ്ടിയാണ്. ഇനിയോ സഹോദരന്മാരെ, വഹാബികൾ ചെയ്ത മറ്റു ചില ചതികൾ എന്താണ്? ഇന്നും ഈ സമുദായത്തിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? പൗരാണിക പണ്ഡിതന്മാർ ഒന്നിനും കൊള്ളാത്തവരും വഹാബി പ്രസ്ഥാനമാണ് ഇവിടെ നവോത്ഥാനം ആരംഭിച്ചതും എന്ന് വിളിച്ചു പറയാൻ അവർ ചില ചരിത്രങ്ങളെ കട്ടെടുക്കാറുണ്ട്. വാഴക്കാട് എന്ന് പറയുന്ന വളരെ ചരിത്ര സാന്നിധ്യമുള്ള, സാക്ഷിത്വമുള്ള മണ്ണിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ചാലിലകത്ത് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന്റെ കർമ്മവിപ്ലവങ്ങളെ കൊണ്ട് സാന്നിധ്യമരുളിയ മണ്ണാണ് ഈ വാഴക്കാട്. ചരിത്രത്തിൽ എന്താണ് പിന്നീട് നമ്മൾ കണ്ടത്? ചാലിലകത്ത് എന്ന് പറയുന്ന പൗരാണിക പണ്ഡിതരെയും വർത്തമാനകാല പണ്ഡിതരെയും ഏതാണ്ട് ഒന്നിച്ചു നിർത്തുന്ന ഒരു കണ്ണിയായിരുന്നു മഹാനായ ചാലിലകത്തെ. ആ ചാലിലകത്തിന്റെ ചില വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുണ്ട്. ആ പരിഷ്കരണങ്ങളെ വഹാബി പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടിലേക്ക് വെച്ച് കെട്ടാനുള്ള ശ്രമങ്ങളും നിരന്തരമായി നടത്തുകയാണ്. ഇവിടെയുള്ള സുന്നി പണ്ഡിതന്മാർ മദ്രസ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു എന്നും മദ്രസ വിദ്യാഭ്യാസം ആരംഭിച്ചത് തങ്ങളായിരുന്നു എന്നും നിരന്തരമായി മുസ്ലിമീങ്ങൾക്കിടയിൽ വഹാബികൾ ഇന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചാലിലകത്തിന് വഹാബിയത്തിന്റെ അക്കൗണ്ടിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. എത്ര വലിയ ചരിത്ര ധ്വംസനമാണത്! 1919 ചാലിലകത്ത് മരണപ്പെടുന്നത്. 1920കളുടെ ശേഷമാണ് KM മൗലവിയുടെയും വക്കം മൗലവിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വഹാബി ആശയധാര ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. 1919 ചാലിലകത്ത് മരണപ്പെടുന്നതുവരെ KM മൗലവി വഹാബി ആശയം ഈ രാജ്യത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. കേരളക്കരയിൽ അത്തരം ഒരു ആശയക്കാർ തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ മദ്രസ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ചാലിലകത്തിന് ഒരു മുജാഹിദ് നേതാവ് പരിചയപ്പെടുത്തുകയാണ്. മലബാറിലെ മാപ്പിളമാർക്കിടയിൽ ചില വ്യക്തികൾ മുമ്പേ തന്നെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്ന മർഹൂം മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അഗാധ ഇസ്ലാമിക പണ്ഡിതനായിരുന്ന അദ്ദേഹം പ്രധാനമായും മലബാറിൽ അന്ന് നിലവിലുണ്ടായിരുന്ന അശാസ്ത്രീയവും കാലോചിതവുമല്ലാത്ത മതവിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്നു. ഈ ചാലിലകത്ത് എങ്ങനെയാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്? യഥാർത്ഥത്തിൽ ചാലിലകത്ത് വഹാബിയല്ല എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല. വെളിയങ്കോട്ടമ്പർ മൗലവി ഫാത്തിഹായുടെ തീരത്ത് എന്ന പേരിൽ എഴുതിയ അയാളുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഉമർ മൗലവി പറയാണ്, മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ പ്രമുഖനായി ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. അത് ശരിയല്ല. അദ്ദേഹത്തിന്റെ സേവനം അതിനും വളരെ പിറകിൽ നിന്ന് തുടങ്ങുകയാണ്. അഥവാ വഹാബി നവോത്ഥാനം ഇവിടെ ആരംഭിക്കുന്നതിന്റെ എത്രയോ മുമ്പാണ് ചാലിലകത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവം ആരംഭിക്കുന്നത്. ഈ ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് എന്ന ഈ പുസ്തകത്തിലെ വരികൾ
പിന്നീട് ഇസ്ലാഹ് മാസിക എന്ന വഹാബി കൃതിയും എടുത്തുദ്ധരിക്കുന്നുണ്ട്. അവരും അടിവരയിട്ടുകൊണ്ട് പറയുന്നത് അദ്ദേഹം ഷാഫി മദ്ഹബ് പാരമ്പര്യം പിന്തുടർന്ന ഒരു പാരമ്പര്യ യാഥാസ്ഥിക പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു സലഫി ആദർശക്കാരനായിരുന്നില്ല. കെ ഉമർ മൗലവി തന്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ ചാലിലകത്തിനെ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ചാലിലകത്താണ് കേരളത്തിൽ മദ്രസ വിദ്യാഭ്യാസം ആരംഭിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ചാലിലകത്ത് വഹാബിയല്ല എന്ന് വഹാബി പൗരോഹിത്യം തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ എങ്ങനെയാണ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ അവകാശവാദം കേരളീയ വഹാബി നവോത്ഥാനത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്? ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ ചാലിലകത്ത് തുടങ്ങി വെച്ച ആ വഹാബി ചാലിലകത്ത് തുടങ്ങി വെച്ച മദ്രസ വിദ്യാഭ്യാസ നവോത്ഥാനം പിന്നീട് ആർക്കാണ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞത്? ആർക്കാണ് അതിന്റെ പിന്തുടർച്ച കൊണ്ടുവരാൻ കഴിഞ്ഞത്? അതും വഹാബികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും പാഠപുസ്തകങ്ങൾ രചിക്കുകയും വഴി ആ ചാലിലകത്തിന്റെ ആഗ്രഹങ്ങളെയും പദ്ധതികളെയും ഇവിടെ പരിപോഷിപ്പിക്കുവാനും പ്രാവർത്തികമാക്കാനും കഴിഞ്ഞത് മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പാവണ്ണ എന്ന് പറയുന്ന ചാലിലകത്തിന്റെ ശിഷ്യനാണ്. മഹാനായ ചാലിലകത്തിന്റെ പാരമ്പര്യത്തെ പിന്തുടർന്ന് ജീവിച്ച പറവണ്ണ ഉസ്താദിനാണ് ആ ചാലിലകത്തിന്റെ മദ്രസ വിദ്യാഭ്യാസത്തെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞതെന്നും 1951 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക മതവിദ്യാഭ്യാസ ബോർഡ് ഇവിടെ രൂപീകരിക്കുമ്പോൾ വഹാബി പ്രസ്ഥാനം അങ്ങനത്തെ ഒരു പദ്ധതിയിലേക്ക് ചുവട് വെച്ചിട്ടേ ഇല്ലായിരുന്നു എന്നും ചരിത്രം അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ ചാലിലകത്തിന്റെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പിന്തുടർച്ച എല്ലാ അർത്ഥത്തിലും ആ ചാലിലകത്തിന്റെ സുന്നിയായ ശിഷ്യനായ പറവണ്ണ ഉസ്താദിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലും പരിമിതപ്പെട്ടതാണ്. ഇനി വഹാബി പ്രസ്ഥാനം എന്നാണ് മദ്രസ വിദ്യാഭ്യാസ ബോർഡിലേക്ക് തിരിയുന്നത്? 51 സുന്നികൾ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് വ്യവസ്ഥാപിതമായി ചാലിലകത്തിന്റെ മദ്രസ നവോത്ഥാനത്തെ പരിപോഷിപ്പിക്കാൻ രംഗത്ത് വരുമ്പോ വഹാബികൾ അന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടു പോലുമില്ല. എന്നിട്ട് വഹാബികളുടെ സമ്മേളന പുസ്തകത്തിൽ പറയുകയാണ്, പ്രാഥമികമായ ദീനി വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ശോച്യാവസ്ഥയെ പറ്റി 1955 ഒക്ടോബർ 5 ചേർന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ആലോചന സമിതി സഗൗരവം ചിന്തിക്കുകയാണ്. 51 സുന്നികൾ മദ്രസ വിദ്യാഭ്യാസ പ്രസ്ഥാനവുമായി ചാലിലകത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തുടർന്നുകൊണ്ട് മുന്നേറ്റം നടത്തുമ്പോ ആ സമയത്ത് വഹാബികൾ ഇവിടെ ഉറങ്ങുകയാണ്. 1955 അവർ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഉള്ളൂ. അങ്ങനെ 1956 ഏപ്രിൽ 1 ഒറ്റപ്പാലത്ത് സംഘടനാ വാർഷിക സമ്മേളനം നടക്കുമ്പോഴാണ് വഹാബികൾ ആദ്യമായി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ വഹാബികൾ നശീകരണമാണ് കൊണ്ടുവന്നത്. മദ്രസ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ പേരിൽ വഹാബികൾ അറബി മലയാളം എന്ന് പറയുന്ന ഒരു വലിയ ഭാഷയെ, കേരളീയ മുസ്ലിമീങ്ങളുടെ ഒരു വലിയ കാലഘട്ടത്തിലെ സംസ്കാരത്തെയും സാഹിത്യത്തെയും അടയാളപ്പെടുത്തിയ ഒരു ഭാഷയെ ഈ ഉമ്മത്തിൽ നിന്ന് നിരാകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നേരത്തെ മൊയ്തു മൗലവി പരിചയപ്പെടുത്തിയതുപോലെ ബ്രിട്ടീഷുകാരെന്താണോ ഈ സമുദായത്തിൽ ആഗ്രഹിച്ചത്, ബ്രിട്ടീഷുകാരെന്തായിരുന്നോ ഈ സമുദായത്തിൽ ചിന്തിച്ചത്, അതിനെ അപ്പടി നടപ്പിൽ വരുത്തുക എന്ന പരിപാടിയായിരുന്നു അവർ ചെയ്തത്. എന്നാൽ ആ മദ്രസ വിദ്യാഭ്യാസത്തെയും അതുപോലെ ദർസ് സമ്പ്രദായത്തെയും അവർ നശിപ്പിച്ച് അഫ്ളൽ ഉലമ കോഴ്സിലേക്ക് ആ മതവിദ്യാഭ്യാസത്തെ അവർ പരിഷ്കരിച്ചെടുത്തതിന്റെ പ്രത്യാഘാതം ഇന്ന് ഈ രാജ്യത്തെ പുത്തൻവാദികൾ മുഴുവനും അനുഭവിക്കുകയാണ്. മുജാഹിദുകളുടെ തന്നെ സമ്മേളന സുവനീറില് ജമാഅത്തെ ഇസ്ലാമി നേതാവായ സിദ്ദീഖ് ഹസൻ എഴുതുകയാണ്, കേരളത്തിൽ ദീനി വിജ്ഞാനത്തെയും മതപരമായ മാർഗദർശനത്തെയും നിലനിർത്തുന്നതിൽ പള്ളി ദർസുകൾ വഹിച്ച പങ്ക് അതുല്യമാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ തീർത്തും പ്രതികൂലമായിരുന്നിട്ടുകൂടി പ്രഗത്ഭരായ ആലിമുകൾ പള്ളി ദർസുകളിലൂടെ ദീനി വിദ്യാഭ്യാസത്തെ നിലനിർത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു. നിലവിലെ സമുദായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലതും പള്ളി ദർസുകളുടെ അവശേഷിപ്പുകളാണ്. ഇവിടെ യഥാർത്ഥ നവോത്ഥാനം പൗരാണികമായ പാരമ്പര്യത്തെ ഫോളോ ചെയ്തുകൊണ്ട് രൂപപ്പെടുകയും കരുപ്പിടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നവോത്ഥാനത്തിനല്ലാതെ ഈ ഉമ്മത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുകയില്ല എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുകയാണ് ഇന്നത്തെ
സാമുദായിക കേരളത്തിന്റെ ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. എത്രമാത്രം അർത്ഥവത്തായ വരികളാണ് വഹാബികൾ ഇവിടെ കുറ്റസമ്മതം എന്ന നിലയിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. പാരമ്പര്യ പള്ളി ദർസുകളിലൂടെ പുറത്തു വന്ന ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്കാണ് ഈ സമുദായത്തിന്റെ നവോത്ഥാനങ്ങൾക്ക് ഇന്നും നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്. കാലഘട്ടത്തിന്റെ വിളി കേട്ടുകൊണ്ട് ഈ ഉമ്മത്തിന്റെ തുടിപ്പുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ചരിത്രപരവും ആത്മീയവുമായ പിന്നോക്കത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ നിർവചിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന വൈജ്ഞാനിക മുന്നേറ്റങ്ങളുടെ കഥ പറയാൻ ഇന്ന് ഉമ്മത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? പള്ളി ദർസിൽ നിന്ന് പുറത്തിറങ്ങിയ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരാണ്. എന്നാൽ 21 കൊണ്ടുവന്ന നവോത്ഥാനം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? അവർക്ക് വക്കം മൗലവിയെ പോലെ ഒറ്റപ്പെട്ട ചില ആളുകൾ, ആ ആളുകളുടെ ചില വൈയക്തികമായ കഴിവുകളുടെ പിൻബലത്തിൽ അവർ ചില മാധ്യമ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുകൊണ്ടു എന്നതല്ലാതെ ഇന്ന് മര്യാദയ്ക്കൊരു ദിനപത്രം ഇവിടെ അവതരിപ്പിക്കുന്ന എത്ര പുത്തൻ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നവോത്ഥാനത്തിന്റെ തുടർച്ചയുടെ ഭാഗമായി വഹാബികൾ ചെയ്തത് ഇസ്ലാമിന്റെ മൂല്യങ്ങളെയും മുന്നേറ്റങ്ങളെയും നശിപ്പിക്കുക എന്ന പരിപാടിയാണ്. എന്നിട്ട് ആ ജമാഅത്തെ ഇസ്ലാമി നേതാവ് എഴുതുകയാണ്, ആധുനിക അറബി യൂണിവേഴ്സിറ്റികളുടെ പാഠ്യപദ്ധതിയും പാഠ്യപുസ്തകങ്ങളും പഠിച്ച ശേഷം സമ്പൂർണമായ നവീകരണം ഈ രംഗത്ത് നടക്കണം. നിലവിലെ പാഠ്യക്രമം തൃപ്തികരമല്ല. മുറിമുല്ലമാർ എന്ന് പറയാവുന്ന ബിരുദധാരികളെ പടച്ചുവിടാൻ മാത്രമേ ഇന്നത്തെ BA അഫ്ളൽ ഉലമ പാഠ്യക്രമങ്ങളിലൂടെ സാധിക്കുന്നുള്ളൂ എന്ന് വഹാബികൾ തിരിച്ചറിയുകയാണ്. ഇതുപോലെ പൗരാണികരായ മുസ്ലിമീങ്ങൾക്കെതിരെ വഹാബികൾ ഇന്നും ഇന്നലകളിലും ഉന്നയിച്ച ഒരു ആരോപണമാണ് നമ്മൾ മലയാള ഭാഷക്കെതിരായിരുന്നു എന്നത്. എന്നാൽ പിൽക്കാലത്ത് മലയാളത്തിൽ വഹാബികൾ പലതും എഴുതുകയും പറയുകയും ചെയ്തതിന്റെ പിന്നില് പാരമ്പര്യ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചെടുത്ത മലയാള ഭാഷയായിരുന്നു എന്നുകൂടി ഈ ഉമ്മത്ത് തിരിച്ചറിയേണ്ടതുണ്ട്. വെളിയങ്കോട്ട ഉമർ മൗലവി തന്നെ തന്റെ സെൽസബിയിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ വെളിയങ്കോട്ട ഉമർ മൗലവി ഓർമ്മയുടെ തീരത്തി എന്ന തന്റെ പുസ്തകത്തിലും ആവർത്തിക്കുകയാണ്, പള്ളി ദർസിൽ കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് ഞാൻ മലയാളം വായിക്കാനും എഴുതാനും ശീലിച്ചത്. കായംകുളത്തിനടുത്ത് കീരിക്കാട് ദേശത്ത് ഉമർകുട്ടി മൗലവിയെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം എന്റെ സഹപാഠി മാത്രമല്ല, ഗുരുനാഥനുമാണ്. മലയാളം പഠിപ്പിച്ച ഗുരു. ആദ്യം അറബി മലയാളത്തിൽ അക്ഷരം എഴുതും, അതിന്റെ താഴെ മലയാള അക്ഷരം വരച്ചു കാണിക്കും. അങ്ങനെ അക്ഷരങ്ങൾ ഒന്നൊന്നായി പറഞ്ഞും എഴുതിയും ശീലിച്ച് ക്രമേണ കൊച്ചു കൊച്ചു വാക്കുകൾ കൂട്ടി വായിക്കുകയും എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദർസ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ഞാൻ മലയാളം പഠിച്ചത്. എന്റെ സഹപാഠി കീരിക്കാട് ദേശത്ത് ഉമർകുട്ടി മുസ്ലിയാരാണ്. അദ്ദേഹം തികഞ്ഞ സുന്നിയായിരുന്നു എന്ന് ഉമർ മൗലവി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വിരോധമുണ്ട്. ആ വിരോധത്തെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമി എഴുതുകയാണ്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടത്തെ മുസ്ലിം പണ്ഡിതന്മാർ നാട്ടിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തവരായിരുന്നു. ആ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി കൊണ്ടാണ്, ഇംഗ്ലീഷ് ഭാഷയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ദേശീയ വികാരത്തിലുള്ള ആവേശം കൊണ്ട് മാത്രമായിരുന്നു ഈ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തത് എന്ന് സഹോദരന്മാരെ ജമാഅത്തെ ഇസ്ലാമിക്കാരും സമ്മതിക്കുകയാണ്. അടിസ്ഥാനപരമായി 21 ഇവിടെ ആരംഭം കുറിച്ചത് നവോത്ഥാനമായിരുന്നില്ല, അതൊരു നശീകരണമായിരുന്നു. ഈ ഉമ്മത്തിന്റെ ആത്മീയധാരകളെയും ഈ ഉമ്മത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ജഡവൽകൃതമായ അരാജകത്വപൂർണമായ ഒരു സാമുദായിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരാൽ സൃഷ്ടിക്കപ്പെട്ട ഒരാശയധാരയാണ്. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന മുസ്ലിമീങ്ങളുടെ ആത്മീയ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ നിന്ന് തടിയും കൊണ്ട് തൊട്ടടുത്ത കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിപ്പോയി ഒളിവ് ചെയ്ത് നയിക്കുന്ന മൗലവിമാരെ ബ്രിട്ടീഷുകാർ വിലക്കെടുക്കുകയാണ്. ശാന്തമായ മലബാറിലേക്ക് നൂറുകണക്കിന് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ ഉമറാക്കളും സാദാത്തുക്കളും നാടുകടത്തപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത ദയനീയമായ മലബാറിന്റെ തെരുവിലേക്ക് ഈ ഒളിവ് ജീവിതം നയിക്കുന്ന മൗലവിമാരെ ബ്രിട്ടീഷുകാർ വിലക്കെടുത്തു പറഞ്ഞയച്ചത്. എന്തായിരുന്നു ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചത്? അത് ഈ ഉമ്മത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് മദ്രസ വിദ്യാഭ്യാസം സ്കൂളുകളിലേക്ക് മാറ്റുകയും ആ സ്കൂളിൽ പഠിപ്പിക്കപ്പെടുന്ന മദ്രസ വിദ്യാഭ്യാസത്തിന് ജഡവൽകൃതമായ മതയുക്തിവാദത്തെ ഇസ്ലാമായി പരിചയപ്പെടുത്തുന്ന സിലബസ് കൊണ്ടുവരികയും ചെയ്തപ്പോൾ അതിനെ കേരളത്തിൽ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു സംവിധാനമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വഹാബി പൗരോഹിത്യമാണ്. ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവിടെ അറബി മലയാള ഭാഷ, ആ അറബി മലയാള ഭാഷയിലാണ് ഒരു വലിയ
പഴയ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരികവും ചരിത്രവുമുള്ളത്. അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ അടർത്തി മാറ്റപ്പെടണം. അറബി മലയാളത്തിൽ എഴുതിയ പടപ്പാട്ടുകളും ആത്മീയ കാവ്യങ്ങളുമാണ് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തെ ആളിക്കത്തിച്ചത്. അതുകൊണ്ട് തന്നെ അറബി മലയാളത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ അടർത്തിയെടുത്താലല്ലാതെ ഈ ഉമ്മത്തിനെ ഷണ്ഡീകരിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ CN അഹമ്മദ് മൗലവിക്ക് പണം കൊടുത്ത് ചട്ടം കെട്ടിച്ച് അദ്ദേഹത്തെ കുട്ടികളുടെ അരികിലേക്ക് വിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മലയാള ഭാഷാ വിരോധികളായിരുന്നില്ല. അറബി മലയാള ഭാഷ എന്ന ഈ ഉമ്മത്തിന്റെ അടിസ്ഥാന സംസ്കാരം അടയാളപ്പെട്ട ഒരു ഭാഷയെ നിർമാർജനം ചെയ്യാൻ ആ അറബി മലയാളത്തിനു സമാന്തരമായി മുസ്ലിമീങ്ങളിൽ മലയാളം പ്രചരിപ്പിച്ച് അറബി മലയാളത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ബ്രിട്ടീഷുകാരിന്റെ പണം വാങ്ങിയിട്ട് CN അഹമ്മദ് മൗലവി രംഗപ്രവേശനം ചെയ്തപ്പോഴാണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചത്. അടിസ്ഥാനപരമായി ആ ഒളിവ് ജീവിതം നയിച്ച മൗലവിമാരിലേക്ക് ഈജിപ്തിൽ നിന്ന് മുസ്ലിം വിരുദ്ധരായ കുരിശുപടയാളികൾ രൂപപ്പെടുത്തിയെടുത്ത് റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും മതയുക്തിവാദത്തെ മലബാറിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു അടിയാധാരമായി കൈമാറുകയും ആ റഷീദ് റിളയുടെ ആശയത്തെ മതയുക്തിവാദത്തെ നവോത്ഥാനമായി 21 പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നാളിതുവരെയായി മുസ്ലിം സമുദായം ഇവിടെ ഇസ്ലാമിയെ ആചരിച്ചത് പാരമ്പര്യമായ സിറാത്തുൽ മുസ്തഖീമിലൂടെ ഈ ഉമ്മത്തിന് പകർന്നു കിട്ടിയത് എല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. 1921 ഇവിടെ ആരംഭം കുറിച്ച വഹാബികൾക്ക് 1946 വരെ ഒരു സ്ഥാപനം പോലും ഒരു പള്ളി പോലും നിർമ്മിക്കാൻ അവർക്ക് ഇവിടെ സാധിച്ചിരുന്നില്ല. 1940-ന്റെയും 50-ന്റെയും ഇടക്ക് വഹാബികൾ ഉണ്ടാക്കിയെടുത്ത പള്ളികളേതായിരുന്നു? കോഴിക്കോട് മാത്രം 12ഓളം പള്ളികൾ സുന്നികളുടേതാണ് വഹാബികൾ കയ്യിലാക്കിയത്. ആ 40-50 കാലഘട്ടങ്ങളിലാണ് ഒതായിൽ മുസ്ലിം പള്ളികൾ വഹാബികൾ കയ്യേറിയത്. സ്വന്തമായി ഒരു സംഭാവനയും ഈ സമുദായത്തിൽ പറയാനില്ലാത്തൊരു കക്ഷിത്വം